ഹായ് നമസ്കാരം, വിഷ്ണു പരികാട്ടിലാണ്. കഴിഞ്ഞ ദിവസം രാത്രി 10:30 അഞ്ചൽ തടിക്കാട്ടിൽ നടന്ന ഒരു അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണുന്നത്. കാര്യം എത്രത്തോളം വേഗതയിലായിരിക്കും ഈ വാഹനം വന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അത്രത്തോളം വളരെ മാരകമായ ഒരു ആക്സിഡൻ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇതിൽ 3 യാത്രക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. 2 പേർക്ക് നല്ല രീതിയിലുള്ള പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഈ കാണുന്ന ബേക്കറിയിൽ ഇടിച്ചു കയറിയതിന് ശേഷം ഈ വണ്ടി ഇവിടുന്ന് തെറിച്ച് തിരികെ ഇവിടെ വന്ന് ഈ കാണുന്ന പോസ്റ്റിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇവിടെ അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ അമിത വേഗതയിൽ വന്ന ഒരു വാഹനമാണ്. അത്രത്തോളം അമിത വേഗതയിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ്. ഈ അപകടം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ദൃക്സാക്ഷിയുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ഇന്നലെ രാത്രി 10:35 അപകടം സംഭവിച്ചത്. നമ്മൾ വേറെ ചെറിയൊരു അപകടം സംഭവിച്ച് ബൈക്കുകാരനെ കൊണ്ടല്ല ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ കുടിവാതാരണമായിട്ട് ഒരു വണ്ടി വന്നിരിക്കുന്നത്. അപ്പുറത്തെ ബേക്കറിയിൽ ഇടിച്ചിട്ട് നേരെ ഓപ്പോസിറ്റിൽ വന്നിട്ടാണ് ഈ പോസ്റ്റിലും ഇടിച്ചിവിടെ ഉണ്ടായത്. ഇവിടെയാണ് കളം. എത്ര പേരുണ്ടായിരുന്നു? 3 പേരുണ്ടായിരുന്നു വണ്ടിയിൽ. നമ്മൾ വന്നപ്പോൾ സീറ്റ് ബെൽറ്റിൽ കുരുങ്ങി കിടന്നതാണ്. പിന്നെ വലിച്ചെടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലായിരുന്നു. പിന്നെ അപ്പുറത്തെ ബാബു അപ്പുറത്തെ വീട്ടിൽ പോയി കത്തിയെടുത്തെന്ന് വന്ന് ഞങ്ങൾ സീറ്റ് ബെൽറ്റ് മുറിച്ചിട്ടാണ് ഇവരെ പുറത്തെടുത്തത്. തടിക്കാട് ജമാഅത്തിൽ ആംബുലൻസ് വന്ന് 5 മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 2 പേർക്ക് നല്ല പരിക്കുണ്ട്, ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളില്ല. അമിത വേഗതയിൽ വാഹനങ്ങൾ ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരികയാണ്. എന്തായാലും വാഹനം ഓടിക്കുന്നവർ അമിത വേഗത ഒഴിവാക്കുക. നിങ്ങൾ എത്രത്തോളം വേഗതയിൽ വാഹനം ഓടിക്കുന്നോ അതൊരു അപകടം ഉണ്ടായാൽ അത്രത്തോളം കാഠിന്യമായ അപകടമായിരിക്കും ഉണ്ടാകുന്നത് എന്നുള്ള ബോധം നമ്മളിൽ വേണം. ഇല്ലെങ്കിൽ ഈ കാണുന്നത് പോലെയുള്ള വലിയ അപകടങ്ങൾ സംഭവിക്കും. അതൊരു ജീവഹാനി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. റിപ്പോർട്ടർ വിഷ്ണു വല്ലേക്കാട്ടിൽ, ചാനൽ വി.